വെൽക്കം ടു ഗ്രേസ് പാത്ത്. ഈ മഴക്കാലത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയവരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നത് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ്സ് ആണ്. ബ്ലഡ് ബാങ്കുകളിൽ വല്ലാതെ ഈ രക്തഘടകത്തിന് ദൗർലഭ്യവും നേരിട്ടു. എന്നാൽ പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് എന്ന ടെക്നിക് ഇത് ഏറെക്കുറെ പരിഹരിക്കാൻ സഹായകമായി. എന്താണ് പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് എന്ന് ഈ വീഡിയോയിൽ വിശദമാക്കുന്നു. എന്താണ് ഈ പ്ലേറ്റ്ലെറ്റുകൾ? അവയുടെ പ്രാധാന്യം എന്താണ്? രക്തം കട്ടപിടിക്കാനായി സഹായിക്കുന്ന ചെറിയ രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ. അസ്ഥിമജ്ജയിലാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ പിന്നീട് സ്പ്ലീൻ അഥവാ പ്ലീഹയിൽ സംഭരിക്കപ്പെടുകയും ചെയ്യും. സാധാരണയായി ഒരു ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിൽ ഏകദേശം 1.5 to 4 lakhs പ്ലേറ്റ്ലെറ്റ്സ് കാണപ്പെടും. എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നതിലൂടെ രക്തസ്രാവം തടയാനും ഈ പ്ലേറ്റ്ലെറ്റുകൾ സഹായിക്കുന്നു. എപ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻസ് വേണ്ടിവരുന്നത്? ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ പോലെയുള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറുകൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി എടുക്കുന്ന ആളുകളിൽ, അതുപോലെ അസ്ഥിമജ്ജയുടെ പ്രശ്നങ്ങൾ കാരണം രക്തത്തിലെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അതുപോലെ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ഇവയിലൊക്കെ നമ്മൾ വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നത്. ഇങ്ങനെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറയുന്നത് ഏതെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടായാൽ പോലും രക്തം കട്ട പിടിക്കാതിരിക്കാനും അതിലൂടെ അമിതമായി രക്തസ്രാവം ഉണ്ടാകാനും ഇടവരുത്തും. ചില അവസരങ്ങളിൽ ഒരു തട്ടലോ മുട്ടലോ ഒന്നും ഇല്ലാതെ തന്നെ ആന്തരിക രക്തസ്രാവം പെട്ടെന്നുണ്ടാകാനും രോഗി മരണപ്പെടാനും തന്നെ ഇടയാകാം. അപ്പോൾ ഇത്തരം അവസ്ഥകളെ തടയാനായിട്ട് പ്ലേറ്റ്ലെറ്റ് കുറവ് കാണുന്ന അവസരങ്ങളിൽ, ഒരു പ്രത്യേക അളവിലും കുറവ് കാണുന്ന അവസരങ്ങളിൽ, അതായത് ഒരു 20,000-ലും താഴെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് പോകുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തലച്ചോറിലും മറ്റും രക്തസ്രാവം ഉണ്ടാകാനായിട്ട് ഇടവരുന്നത്. അതുകൊണ്ട് അത്തരം അവസരങ്ങളിൽ രോഗിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ചികിത്സയാണ് ഈ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ. അതുപോലെ തന്നെ ഈ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞ രോഗികൾക്ക് എന്തെങ്കിലും ശസ്ത്രക്രിയയോ മറ്റോ വേണ്ടുന്ന അവസരങ്ങളിൽ ആ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒന്ന് കൂട്ടി നിർത്താനായിട്ട് പ്രൊഫൈലാക്റ്റിക് ആയിട്ടും ചില അവസരങ്ങളിൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻസ് നൽകേണ്ടതായി വരും. അപ്പോൾ ഇങ്ങനെ രോഗികൾക്ക് നൽകാനുള്ള പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ആദ്യമായി നമ്മൾ സംസാരിക്കുന്നത് ഹോൾ ബ്ലഡ് ഡൊണേഷനെ പറ്റിയാണ്. ഹോൾ ബ്ലഡ് ഡൊണേഷൻ എന്ന് വെച്ചാൽ പൂർണ്ണ രക്തദാനം. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ബ്ലഡ് ബാങ്കുകളിലും നടത്തി വരുന്ന രക്തദാനം. ഇവിടെ ഒരു രക്തദാതാവിന്റെ ശരീരത്തിൽ നിന്നും 350 മുതൽ 450 മില്ലി ലിറ്റർ രക്തം നീക്കം ചെയ്യുകയും പിന്നീട് ഒരു മെഷീന്റെ സഹായത്തോടെ അതിനെ ഘടകങ്ങളായിട്ട് വേർതിരിക്കും. RBCs, പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിങ്ങനെ അതിന്റെ ഘടകങ്ങളായിട്ട് വേർതിരിക്കും. അങ്ങനെ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് ലഭ്യമാകും. ഇങ്ങനെ ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റിനെയാണ് നമ്മൾ സാധാരണയായിട്ട് റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ RDP എന്ന് പറയുക. ഏകദേശം 50 മുതൽ 70 മില്ലി ലിറ്റർ ആയിരിക്കും ഇങ്ങനെ കിട്ടുന്ന ഈ RDPയിലെ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റിന്റെ വോളിയം. ഇതിൽ ഒരു ബാഗിൽ ഏകദേശം 5.5 into 10⁻10 പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകും ഒരു ബാഗിൽ. ഒരു മുതിർന്ന വ്യക്തി രോഗിയാണെങ്കിൽ അവർക്ക് ഒരു സമയത്ത് ഇത്തരത്തിലുള്ള
ഏകദേശം 4 മുതൽ 6 ബാഗ് പ്ലേറ്റ്ലെറ്റുകൾ വേണ്ടിവരും. കാരണം ഈ RDP ഒരു യൂണിറ്റ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 50,000 മുതൽ 10,000 വരെ കൂടാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ അളവിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഉയർത്തുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഒരു 4 മുതൽ 6 യൂണിറ്റ് എങ്കിലും ഒരു സമയം രോഗിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മൾ പുതിയ ഒരു പ്രക്രിയയെ പറ്റിയാണ് ഈ വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കുന്നത്. അതാണ് പ്ലേറ്റ്ലെറ്റ് ഫെറസിസ്. എന്താണ് പ്ലേറ്റ്ലെറ്റ് ഫെറസിസ്? ഇവിടെ ഒരു രക്തദാതാവിന്റെ രക്തം ആ രക്തദാനം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്പെഷ്യൽ മെഷീൻ, അതായത് ഒരു എഫറസിസ് മെഷീനിലൂടെ കടത്തിവിട്ട് അതിന്റെ ഘടകങ്ങളെ വേർതിരിച്ച് അതിലെ പ്ലേറ്റ്ലെറ്റ് മാത്രം നമ്മൾ ശേഖരിക്കുകയും ചുവന്ന രക്താണുക്കളും പ്ലാസ്മയും തിരികെ ആ ദാതാവിന്റെ ശരീരത്തിലേക്ക് കയറ്റുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പ്ലേറ്റ്ലെറ്റ് ഫെറസിസ്. ഇത്തരത്തിൽ നമുക്ക് ഒരു രക്തദാതാവിൽ നിന്ന് ഏകദേശം 300 മില്ലി ലിറ്റർ പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് ഒരു സമയത്ത് ശേഖരിക്കാനാകും. ഇത്തരത്തിലുള്ള ഒരു ബാഗിൽ ഏകദേശം 3x10⁻11 പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് നമ്മളൊരു രോഗിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ രോഗിയുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 30,000 മുതൽ 60,000 വരെ കൂടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റാൻഡം ഡോണർ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ RDP അത് 6 യൂണിറ്റ് കൊടുക്കുന്നതിന് തുല്യമാണ് ഒരു യൂണിറ്റ് SDP. SDP എന്ന് നമ്മൾ പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റിനെയാണ്. SDP ഫുൾ ഫോം സിംഗിൾ ഡോണർ പ്ലേറ്റ്ലെറ്റ് എന്നാണ്. അപ്പോൾ ഒരു 6 RDP കൊടുക്കുന്നതിന് തുല്യമാണ് ഒരു SDP പേഷ്യന്റിന് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6 RDP നമ്മൾ കളക്ട് ചെയ്യുന്നത് 6 വ്യത്യസ്ത രക്തദാതാക്കളിൽ നിന്നായിരിക്കും. എന്നാൽ ഒരു SDP അത് ഒരു ഡോണറിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം ആളുകളുടെ രക്തം കയറ്റുന്നത് മൂലം ഉണ്ടാകുന്ന അനഭിലഷണീയമായ അനന്തരഫലങ്ങളും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഈ SDP നൽകുന്നതിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് രോഗിക്ക് വളരെ നല്ല ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യപ്പെടുന്ന രോഗിക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു രക്തദാതാവിൽ നിന്ന് ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് വഴി രക്തം നമുക്ക് സ്വീകരിക്കാനാവുന്നത്, അതിൽ നിന്നും പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് ഉണ്ടാക്കാനാകുന്നത് എന്ന് ചിന്തിക്കാം. എന്തൊക്കെയാണ് ഈ രക്തദാതാവിന്റെ യോഗ്യതകൾ? ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് എങ്ങനെയാണ് ഒരു രക്തദാതാവിന്റെ യോഗ്യത നിർണ്ണയിക്കുക? നമ്മള് രക്തദാതാവിന്റെ യോഗ്യതാ നിർണയം എന്ന് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഒരു രക്തദാതാവിനെ രക്തബാങ്കുകളിൽ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതേ യോഗ്യതാ നിർണയ മാനദണ്ഡങ്ങൾ തന്നെയാണ് ഒരു പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് ഡോണർക്കും വേണ്ടത്. എന്നാൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. പ്രായം 18 മുതൽ 60 വരെ ആയിരിക്കണം. അതുപോലെ ഇവിടെ രക്തദാനങ്ങൾ തമ്മിലുള്ള ഇടവേള ഹോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നതിനേക്കാളും കുറവാണ്. കാരണം 350 അല്ലെങ്കിൽ 450 ml രക്തം നീക്കം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3-4 മാസം കഴിഞ്ഞാലേ അടുത്ത രക്തദാനം ചെയ്യാനാകും. എന്നാൽ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സ് മാത്രം റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 48 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് 2 പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻസിന്റെ ഇടയിലുള്ള ഇടവേള 48 മണിക്കൂർ മതി. എന്നാൽ ഒരാഴ്ചയിൽ 2 തവണയിൽ കൂടുതൽ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ സാധാരണയായി ചെയ്യാൻ അനുവദിക്കാറില്ല. അതുപോലെ തന്നെ 1 വർഷം ചെയ്യാവുന്ന പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻസിന്റെ
എണ്ണം 24 പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം നമുക്ക് ചെയ്യാവുന്ന മാക്സിമം പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻസ് 24. ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യാം. ഒരാഴ്ചയിൽ തന്നെ 48 മണിക്കൂർ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷനും ചെയ്യാം. ഇനി ഒരു ഹോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്ത ആളാണെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഒരു 28 ദിവസത്തേക്കെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ പിന്നീട് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ രക്തദാതാക്കൾക്ക് അവരുടെ കൈയുടെ മുൻഭാഗത്തായിട്ട് നല്ല ഒരു വെയിൻ, ഒരു സിര ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമാണ്. കാരണം ഈ ഏകദേശം 90 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിസിന് ആവശ്യമാണ്. അപ്പൊ അത്രയും നേരം രക്തം ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യത്തക്ക വിധത്തിൽ നല്ലൊരു വെയിൻ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രക്തദാതാക്കളുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് രക്തദാനത്തിന് മുമ്പ് തന്നെ നമ്മൾ നിർണയപ്പെടുത്തും. പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് വേണ്ട പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മിനിമം 1.5 ലാക്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് വരുന്ന ഒരു രക്തദാതാവിന്റെ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് മിനിമം 1.5 ലാക്സ് എങ്കിലും ആയിരിക്കണം. ചില രക്തബാങ്കുകളിൽ അത് 3 ലാക്സ് ആയിരിക്കണം എന്നവർ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആസ്പിരിൻ പോലെയുള്ള ഗുളികകൾ കഴിക്കുന്നവര് ഒരു 3 ദിവസമെങ്കിലും അത്തരം ഗുളികകൾ ഒഴിവാക്കിയാലേ നമുക്ക് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് വേണ്ടി അവരെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമായും പുരുഷ രക്തദാതാക്കളിൽ നിന്നാണ് പ്ലേറ്റ്ലെറ്റ് ഡൊണേഷൻ സ്വീകരിക്കുക. കാരണം ഒന്നിലധികം കുട്ടികളും മറ്റുമുള്ള സ്ത്രീകളുടെ പ്ലാസ്മ ഈ രോഗിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യപ്പെടുന്ന രോഗിക്ക് വളരെ വലിയ ചില സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ പ്ലേറ്റ്ലെറ്റ് ഡൊണേഷന് വേണ്ടി കൂടുതലും പുരുഷ ദാതാക്കളെയാണ് പരിഗണിക്കുക. ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് സേഫ് ആണോ, സുരക്ഷിതമാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് സുരക്ഷിതമാണ്. FDA, അതായത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അപ്രൂവലുള്ള മെഷീൻസും അതുപോലെ തന്നെ പ്രൊസീജിയറും ബ്ലഡ് ബാഗ്സും നീഡിൽസും ഒക്കെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഫെറസിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ബാഗും നീഡിലും അണുവിമുക്തമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡോണറിന് വേണ്ടി ഒരു നീഡിലും ബാഗും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഒരിക്കലും ഒരു ഡോണറിന് യൂസ് ചെയ്ത നീഡിലോ ബാഗോ മറ്റൊരു ഡോണറിന് വേണ്ടി ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് ഫെറസിനാവുമ്പം ആളുകൾക്ക് മറ്റൊരു ഭയം ഉണ്ടാകും. കാരണം ബാക്കി പ്ലേറ്റ്ലെറ്റ് കളക്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന RBCസും പ്ലാസ്മയും തിരികെ രക്തദാതാവിന്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റുകയാണല്ലോ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും തിരിഞ്ഞു പോയിട്ട് മറ്റ് ആരുടെയെങ്കിലും രക്തം നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയവും ചില രക്തദാതാക്കൾക്കുണ്ടാകാം. അങ്ങനെയുമുള്ള യാതൊരു സാധ്യതയും ഇവിടെ ഇല്ല. ഈ നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന ആ ക്യാനുലയൊന്നും ഈ പ്രൊസീജിയർ തീരുന്നത് വരെ നമ്മൾ ഊരുകയോ മാറ്റി കുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകളുടെയും ആവശ്യമില്ല. ഏകദേശം 90 മിനിറ്റ് മുതൽ 2 മണിക്കൂർ വരെ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കും. ആ സമയത്ത് ഡോണറിന് ഇഷ്ടമുള്ള എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുകയോ TV കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. സാധാരണയായി ഈ ഹോൾ ബ്ലഡ് ഡൊണേഷനിൽ ചില രക്തദാതാക്കൾക്ക് തോന്നാറുള്ള ചെറിയ അസ്വസ്ഥതകൾ മാത്രമേ ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിന് ശേഷവും ചില രക്തദാതാക്കൾക്ക് അനുഭവപ്പെടാറുള്ളൂ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ രക്തദാതാവിന്റെ രക്തത്തെ പ്ലേറ്റ്ലെറ്റ് വേർതിരിച്ചതിന് ശേഷം ചുവന്ന രക്താണുക്കളും പ്ലാസ്മയും തിരികെ ദാതാവിന്റെ ശരീരത്തേക്ക് തന്നെ കയറ്റുന്നത് കൊണ്ട് അത് ആന്റികോയാഗുലേറ്റ് മിക്സ് ചെയ്തായിരിക്കും വരിക. നമുക്കറിയാം, ഈ രക്തദാന പ്രക്രിയയുടെ സമയത്ത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്ന ഒരു കെമിക്കലാണ് ആന്റികോയാഗുലന്റ്. ഈ ആന്റികോയാഗുലന്റുകൾ പലതും വർക്ക് ചെയ്യുന്നത് ഈ രക്തത്തിലെ കാൽഷ്യം മാറ്റിക്കൊണ്ടാണ്. കാര്യം രക്തം കട്ട പിടിക്കുന്നതിന് വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണ് കാൽഷ്യം. അതുകൊണ്ട് തന്നെ ഈ ആന്റികോയാഗുലന്റ് പലതും വർക്ക് ചെയ്യുന്നത് രക്തത്തിലെ കാൽഷ്യം റിമൂവ്
റിമൂവ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇത്തരം ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് തിരികെ ദാതാവിന്റെ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ട് ദാതാവിന്റെ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു പോയിട്ട് ഈ ചുണ്ടിന് ചുറ്റും ഒരു മരവിപ്പോ അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ തോന്നാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡൊണേഷന്റെ ഇടവേളകളിൽ എന്തെങ്കിലും അത്തരം അസ്വസ്ഥതകൾ കാണുന്ന ഡോണേഴ്സിന് ചില സമയത്ത് കാൽഷ്യം ടാബ്ലറ്റ്സ് കഴിക്കാൻ കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദാതാവിനെ ഈ ഒരു രക്തദാനത്തിന്റെ സമയത്ത് ഉറങ്ങാൻ അനുവദിക്കുന്നതല്ല. സാധാരണ രക്തദാനം പോലെ തന്നെ സുരക്ഷിതമായി ചെയ്യാവുന്ന ഒന്നാണ് പ്ലേറ്റ്ലെറ്റ് ഫെറസിസ്. 6 രക്തദാതാക്കൾക്ക് പകരം ആരോഗ്യവാനായ ഒറ്റ ഒരാളിൽ നിന്ന് തന്നെ രോഗിക്ക് ഒരു തവണ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമുള്ള മുഴുവൻ പ്ലേറ്റ്ലെറ്റും സ്വീകരിക്കാനാകും എന്നതുകൊണ്ട് തന്നെ ഈ ഡെങ്കു ഔട്ട്ബ്രേക്സിന്റെയും മറ്റും സമയത്ത് ഉണ്ടാകുന്ന രക്തദാതാക്കളുടെ ദൗർലഭ്യം പരിഹരിക്കാൻ തീർച്ചയായിട്ടും ഈ പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് വളരെ സഹായകമാകും. മാത്രവുമല്ല 6 വ്യത്യസ്ത രക്തദാതാക്കളുടെ രക്തം സ്വീകരിക്കുന്നത് മൂലം ഈ രോഗിക്കുണ്ടാകാൻ ഇടയുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ചില റിയാക്ഷൻസ് അതൊന്നും ഇല്ലാതെ ഇരിക്കാനും ഈ ഒരു ദാതാവിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുന്നത് അവരെ സഹായിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ പ്ലേറ്റ്ലെറ്റ് ഫെറസിസ് എന്ന പ്രക്രിയയെ പറ്റി അറിവ് കിട്ടാനായിട്ട് നിങ്ങളെ സഹായിച്ചു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.